നിങ്ങളൊരു സീൻ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ പറഞ്ഞ ഓമ്പന്നയ്ക്ക് ആളുടെ ആ രൂപത്തിലേക്ക് മദ്യം പൊട്ടിച്ച് ആളെ കുടിപ്പിക്കുകയാണ്. ഇത് എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു വിചിത്രം തന്നെ കേട്ടോ. ബുള്ളറ്റിനെ പൂജിക്കുക, അതുപോലെ തന്നെ മദ്യം കൊടുക്കുക. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഇതുപോലെ മദ്യം കുടിക്കും. അത് വരെ ഒരു ആചാരമാണെന്ന് പറയണത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ ജി സ്പോൾ ബയോകെംഫിയൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് 8 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന സിറ്റി ഓഫ് ലേക്സ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇന്നലത്തെ രാത്രിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഡേഞ്ചറായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു ഷോർട്ടായിട്ട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നൊരു 3 മണിക്കൂർ ഇറങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ ഉഷാറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര ഈ ഒരു പോഹയെന്ന് തുടങ്ങാം കേട്ടോ. ഈ ഒരു ഐറ്റത്തിനാണ് പോഹ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഇച്ചിരി സ്പെഷ്യലായിട്ട് മിച്ചറും അതുപോലെ തന്നെ സവോളയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഈ 20 രൂപയുടെ ഫുഡിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കാം കേട്ടോ. ഉദയ്പൂരിലെ സിറ്റി ഓഫ് പാലസ് എന്നറിയപ്പെടുന്ന പാലസിൻ്റെ മുമ്പിലാട്ടോ നമ്മളിപ്പോൾ ഇതേ നിൽക്കുന്നത്. ആ കാണുന്ന പാലസ് ആട്ടോ സിറ്റി ഓഫ് പാലസ്. അപ്പോൾ ഇവിടെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 8:30 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങൾ 50 രൂപയാണ് പെർ പേഴ്സൺ വരുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഉണ്ട്. കുറേ നടന്ന് കാണാനുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്, നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ കയറണമെന്നുണ്ടെങ്കിലും പെർ പേഴ്സണ് എക്സ്ട്രാ 50 രൂപ കൂടി ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി നോക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ട് ഇതേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ. അപ്പോൾ 50 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വെറുതെ ആ കോംപ്ലക്സിൻ്റെ എൻട്രി ടിക്കറ്റ് മാത്രം കേട്ടോ 50. പിന്നെ അതേ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 450 വരെയും 300, 200 അങ്ങനെയാണ് റേറ്റ് പോണത്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങിന് പോകണമെങ്കിൽ ഇതേ 600. ഒടുക്കത്ത റേറ്റാണ്. ഇനിയിപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തായാലും കയറിയിട്ട് പോകാം ഈ 50 രൂപയുടെ ടിക്കറ്റിൽ. അപ്പോൾ ഇതൊക്കെയാണ് സെക്യൂരിറ്റി ഗാർഡുകൾ. യെസ്, നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മുടെ പരിപാടികൾ. ഇതാട്ടോ നമ്മുടെ ഈ പാലസ്. ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിലാണ് ഈ പറഞ്ഞ മാതിരി 450 രൂപ കൊടുക്കണ്ടേ. നമുക്ക് എന്തായാലും ഇവിടെ ചുറ്റും കുറച്ച് ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചുറ്റി കാണാനുള്ള ടിക്കറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുള്ളവർക്ക് ഈ കാണുന്ന വോക്ക് വേയിലൂടെ നടക്കാനുള്ള ഒരു പെർമിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റുകൾ അധികം വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഞാൻ ഇപ്പോൾ വരണ വഴിക്കൊക്കെ കണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നത്. കുറേ ഫോറിനേഴ്സാട്ടോ. കൊറിയ, അതുപോലെ തന്നെ മുഖം കണ്ടിട്ട് കൊറിയയിലത്തെ ആൾക്കാരൊക്കെ പോലെ തോന്നിയ കൊറിയ, ചൈന ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതേ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതാണ് താജ് പാലസ് എന്നാണ് പറഞ്ഞത് ആ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കിൻ്റെ നടുക്കാട്ടോ ആ കാണുന്ന താജ് എന്ന് പറയുന്ന ആ ഒരു എന്തോ ഹോട്ടലാണ് എന്നാണ് പറഞ്ഞു കേട്ടെ. അപ്പോൾ ഇതിൽ ബോട്ടിങ്ങിന് പോകണമെങ്കിലും ഈ പറഞ്ഞ മാതിരി നേരത്തെ ആ ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ച പോലെ എക്സ്ട്രാ ചാർജ് ആയിരിക്കും. പക്ഷെ സംഭവം കാണാൻ നല്ല അടിപൊളി കേട്ടോ. ഫുള്ള് മലനിരകൾ, അതിന് നടുക്കത്ത ഒരു ലേക്ക്. യെസ്, സോളോ ട്രിപ്പാണ്. ഇവിടേക്ക് വന്നപ്പോൾ നമ്മുടെ കുറച്ച് മലയാളീസിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരുകാരൻ തന്നെയാ കേട്ടോ ഇവര്. പേരെങ്ങനെയാന്ന് പറഞ്ഞേ? പരമേശ്വരൻ. ഓക്കെ, ലക്ഷ്മി ഓർ അച്ഛാ. നിങ്ങളപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യണല്ലേ? ഓക്കെ. കുറേ നാൾക്ക് ശേഷം മലയാളീസിനെ കണ്ടപ്പോൾ എന്താ പറയുക, ഒന്ന് സംസാരിക്കാൻ പറ്റി. അതന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും സ്ട്രെസ് ചെയ്ത് എനിക്ക് ഹിന്ദി അങ്ങോട്ട് ഇപ്പോഴും സെറ്റായിട്ടില്ല. അപ്പോൾ ഇത്രയും ഹിന്ദിക്കാരുടെ ഇടയിൽ നമുക്ക് ഒരു മലയാളീസിനെ കിട്ടിയപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അതും നമ്മുടെ സ്വന്തം നാട്ടുകാർ തൃശ്ശൂരുകാരാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കേട്ടോ സൺസെറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം. അപ്പോൾ ഇപ്പം എന്തായാലും സൺസെറ്റ് അതുപോലെ തന്നെ സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ല. സമയം ഏതാണ്ട് ഞാൻ നോക്കട്ടെ, 9:15 അപ്പോൾ ഇത് ഇപ്പോൾ അവിടെ നിന്ന് നടന്നു പോയൊരു ഫോറിനേഴ്സ് ആട്ടോ. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായ ഈ ദൃശ്യങ്ങൾ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റേറ്റാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ പൈസയൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ഈ ഒരു പാലസിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫാറ്റത്ത് പ്രകാശ് പാലസ്, സൂര്യ ദക്ഷൻ, പിന്നെ അതേ ക്രിസ്റ്റൽ ഗാലറി. അകത്ത് വലിയൊരു ക്രിസ്റ്റൽ ഗാലറി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞ 450 രൂപ കൊടുത്ത് കയറേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ സൺസെറ്റ് ടെറസ് നമ്മളിപ്പോൾ വന്നത്, പിന്നെ ബോട്ടിംഗ് റൈഡ് നേരത്തെ അവിടെ കണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് പൈസയാണ്. ആ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. സംഭവം പാലസൊക്കെ നല്ല അടിപൊളിയാണ്. सर इसका अंदर क्या है? हाँ, म्यूजियम. हो, ओके. इसको अलग चार्ज है? ഓക്കെ, ठीक है. ഇവിടെയും എക്സ്ട്രാ 50 തന്നെ കൊടുക്കണം. അയ്യോ, ആകെ പെട്ടല്ലോ. ഉദയ്പൂരിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ബാക്കി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോണേ. കാരണം എന്താ പറയുക, ഒക്കെ ഇതിന് ടിക്കറ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് പിന്നെ അവിടെ എനിക്ക് കയറി കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നേരെ നമ്മൾ ജോധ്പൂരിലേക്ക് പോവാണ്. ഇപ്പം ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വന്ന് പെട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. മൊത്തം നോക്കി കഴിഞ്ഞാൽ ഫുൾ ഇതുപോലത്തെ മലകളും താഴ്വാരങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇനി ജോധ്പൂരിലേക്ക് ഇവിടുന്ന് 200 കിലോമീറ്ററാണ് നമുക്ക് മാപ്പിൽ നോക്കിയപ്പോൾ കാണിക്കണം കേട്ടോ. അപ്പോൾ വണ്ടികൾ ഏതെങ്കിലും കിട്ടുമോ നോക്കാം. നല്ല ബുദ്ധിമുട്ടാട്ടോ ഇവിടുന്ന് വണ്ടികളൊക്കെ കിട്ടാനായിട്ട്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഒരു വണ്ടിയെങ്കിലും കിട്ടണത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. മൽഗാൻ, അത് നമ്മുടെ മൽഗാൻ ഭായ്, രാജീവ്, ഇത് നമ്മുടെ രാജീവ് ഭായ്, ഇവര് UP കാരാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി നേരെ പഞ്ചാബിലേക്ക് പോണതാണ്. പക്ഷെ നമുക്ക് ഇവിടെ ജോധ്പൂരിലേക്കാണ് ഇറങ്ങേണ്ടത്. ആള് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാനൊരു ഏകദേശം 60-65 വണ്ടിക്കോളം ഞാൻ കൈ കാണിച്ചിട്ട് കൈ കാണിക്കാതെ തന്നെ നിർത്തി തന്നത് ഇവരാട്ടോ. കാരണം അവർക്ക് നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് പറഞ്ഞത്. അതായത് ഇത്രയും കൈ കാണിച്ചിട്ടും ഇവരോട് ഞാൻ ചോദിച്ചില്ല, എന്നിട്ട് തന്നെ ഇവര് നമുക്ക് നിർത്തി തരാണ് ചെയ്തത്. എന്താ ചെയ്യാ, ഞാൻ വളരെ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അതിലാണ് നമുക്കിന്ന് ലിഫ്റ്റ് തന്നെ. അതുപോലെ തന്നെ ഇവര് നമുക്കിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ സാമഗ്രികളൊക്കെയാണ് ഇവിടെ ഇരിക്കണേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് വണ്ടി കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷമായി. 3 മണിയോട് കൂടി നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 4 മണിയായിട്ടോ. അപ്പോൾ അതേ ഇവിടെ വഴുതനങ്ങ കറി ചൂടാക്കാൻ വെച്ചിട്ട്, അതുപോലെ തന്നെ ഇതേ അടുത്തെന്തോ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് തക്കാളി കറി. പിന്നെ നമുക്കിതേ ചപ്പാത്തി. കണ്ടോ, ഒരു ട്രക്കിൻ്റെ ഉള്ളിൽ ഇരുന്ന് കേട്ടോ ഈ പരിപാടികൾ മൊത്തം. ഒരു പുതിയൊരു വൈബ്, പുതിയൊരു അനുഭവം. നൈസ്. ഇത് 200 കിലോമീറ്റർ താണ്ടി വന്ന ട്രക്കാട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചത്. അപ്പോൾ ഇതേ നമ്മുടെ നാം രാജീവ്, ഇതേ ആള് നമുക്ക് ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഹോട്ടലിൽ ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നു. 150 രൂപയാട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എന്നെ ഇവിടുന്ന് യാത്ര അയക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബാഗിൻ്റെ ഉള്ളിലിരിക്കണം. അപ്പോൾ നമുക്കത് എടുക്കാം. ഈ കാണുന്ന ബെഡിലാട്ടോ ഞാൻ ഒന്ന് ഉറങ്ങിയിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ കാണുന്ന റൂമിൽ ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നേ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, സേഫ് ആയിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം ഇനി ഇവിടുന്ന് നമ്മൾ ഇറങ്ങി തിരിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ബുള്ളറ്റിനൊക്കെ പൂജിക്കുന്ന അമ്പലം കണ്ടിട്ടുണ്ടോ? അന്നതേ ആ ബാക്കിൽ കാണുന്നത് കേട്ടോ ഈ പറഞ്ഞ അമ്പലം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ പാലി ഡിസ്ട്രിക്റ്റിലെ ചോട്ടില്ല എന്ന് പറയുന്ന വില്ലേജിലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോധ്പൂർ എത്തും. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ കാണാനായിട്ട് പറ്റിയത്. മിക്കവാറും നിങ്ങൾ കിലോമീറ്റേഴ്സ് സിനിമയിൽ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സീൻ ഉണ്ട്, ആ ബുള്ളറ്റിനെ പൂജിക്കുന്ന ഒരു ടെമ്പിൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ്. അപ്പോൾ ആ ടെമ്പിൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ടെമ്പിൾ ഇവിടെ ഉണ്ടാവാൻ കാരണക്കാരൻ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഈ കാണുന്ന പുള്ളിക്കാരൻ കേട്ടോ, ശ്രീ ഓംബന്ന എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആൾ ഇവിടെ ഒരു ആക്സിഡൻറ്റിൽ ഇതാ കാണുന്ന മരത്തിലിടിച്ചാണ്. ആൾ ബുള്ളറ്റിൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മരത്തിലിടിച്ച് ആൾ ആക്സിഡൻറ്റിൽ വിട്ട് മരിച്ചു പോയി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവിടെ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ചെന്ന് നമുക്ക് കാണാൻ പറ്റും ബുള്ളറ്റിനെ അവിടെ പൂജിക്കണത്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം.
ഒരു സീൻ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ പറഞ്ഞ ഓമ്പന്നയ്ക്ക് ആളുടെ ആ രൂപത്തിലേക്ക് മദ്യം പൊട്ടിച്ച് ആളെ കുടിപ്പിക്കുകയാണ്. ഇത് എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു വിചിത്രം തന്നെ കേട്ടോ. ബുള്ളറ്റിനെ പൂജിക്കുക, അതുപോലെ തന്നെ മദ്യം കൊടുക്കുക. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഇതുപോലെ മദ്യം കുടിക്കും. അത് ഒരു ആചാരമാണെന്ന് പറയണേ. മദ്യം കുടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു പുണ്യപ്രവൃത്തിയാണെന്നൊക്കെയാണ് ഇവിടെ പറയണേ. അതുപോലെ തന്നെ ഇവിടെ ഈ റോട്ടിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാലല്ല, നടന്നായാലും വണ്ടിയുമ്പോൾ പോയാലും ആക്സിഡൻ്റ് ഒന്നും ഈ കാണുന്ന റോട്ടിൽ സംഭവിക്കില്ല എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. എന്തെല്ലാം ആചാരങ്ങൾ, ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ ജോധ്പൂരിലേക്കുള്ള യാത്ര തിരിക്കാം. രാവിലത്തെ നാസ്ത സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിക്രം. ഓക്കെ, വിക്രം ഭായ് ആണ്. ഇത് ഒരു ക്രീം റോള് മേടിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചായയും പറഞ്ഞിട്ടുണ്ടോ. ഇന്നത്തെ നാസ്ത ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കൂടി. ജോധ്പൂർ സിറ്റിയിലേക്ക് കയറി അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഈ കാണുന്ന കല്ലുകൾ ഇത് വെച്ചിട്ടാണ് ഇവിടുത്തെ മൊത്തം ബിൽഡിങ്സുകളൊക്കെ പണിതിരിക്കുന്നത് കേട്ടോ. അത് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു കല്ലുകൾ. അത് വെച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ പണിതിരിക്കണം. അത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടുത്തെ ഈ ഒരു മതിൽ നോക്കിയേ, ആ ഒരു കല്ല് കട്ട് ചെയ്യാണ്ട് നേരെ ഇങ്ങനെ വെച്ചേക്കാണ്. അതും ഒരു വെറൈറ്റി ഡിസൈനായിട്ടോ. ഇപ്പോൾ രാജസ്ഥാനിലേക്ക് അതായത് ജോധ്പൂരിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറേ കാഴ്ചകൾ കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പേഴ്സണലി നല്ല ഇഷ്ടമായി. ഈ വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. മൊത്തം ഇതുപോലത്തെ ബിൽഡിങ്ങുകൾ ഇവിടെ നിറഞ്ഞിരിക്കണ തന്നെ കൊണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ള് ഇതുപോലെ കല്ലുകൾ വിൽപ്പനയ്ക്ക് വെച്ചേക്കാട്ടോ. ഇത് മൊത്തം റോഡ് സൈഡിൽ വെറുതെ കിടക്കുന്നതല്ല. ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. അതുപോലെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ള സാധനം വന്ന് സെലക്ട് ചെയ്ത് സാധനം പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. അതായത് നമ്മുടെ ടൈൽസ് കടകളൊക്കെ പോലെ സൈഡിൽ ഇതുപോലെ ഇവർ മാർക്കറ്റ് ചെയ്യാണ് ഈ പറഞ്ഞ കല്ലുകൾ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജോധ്പൂർ മാർക്കറ്റിലാട്ടോ. ഈ കാണുന്നത് മൊത്തം ജോധ്പൂർ മാർക്കറ്റാണ്. യെസ്, जितेंद्र अपना ये नागौर गेट जाने को नागौर नागौर पावड़ा से बस स्टैंड पावड़ा से बस. ओके ठीक है. कितना दूर है इधर से? यहाँ से 3 किलोमीटर. ठीक है. യെസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കില്ലയുണ്ട്. കില്ലയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒന്ന് നോക്കണം. അപ്പോൾ അവിടേക്ക് നാഗൂർ ഗേറ്റ് വഴി പോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ നിൽക്കണേ. യെസ്, അപ്പോൾ ഇതേ പുതിയ ക്യാപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഇന്ത്യൻ ആർമിയുടെ. ഒരു ഇച്ചിരി പവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ പറഞ്ഞ കില്ലയിലേക്ക് ഞാൻ ഷോർട്ട് കട്ട് വഴി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു പ്രത്യേകത പുരാതന ഡിസൈനാണ് ഇവിടുത്തെ ഫുൾ ബിൽഡിങ്സുകളും. അതായത് ജോധ്പൂരിലേക്ക് ഞാൻ വന്നപ്പോൾ ഇവിടെ മെയിനായിട്ട് ഞാൻ അട്രാക്ട് ചെയ്ത് ഇവിടുത്തെ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ റോഡുകളൊക്കെ കേട്ടോ. റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ആണ്. പക്ഷെ നേരത്തെ വരുന്ന വഴിക്ക് ഇതുപോലത്തെ കല്ലുകൊണ്ടുണ്ടാക്കിയ റോഡുകളൊക്കെയാണ് കാണാനായിട്ട് സാധിച്ചത്. ഫുള്ള് നല്ല അടിപൊളി ബിൽഡിങ്സ് ആട്ടോ. അങ്ങനത്തെ നമ്മുടെ കില്ലെത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാണ് കണ്ടിട്ട് തോന്നണേ. അങ്ങനെ ഒരു വല്ലാത്തൊരു ട്രക്കിങ് കഴിഞ്ഞതേ ഈ കില്ലയുടെ മുകളിലെത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ദർബാർ കില്ല, അതായത് ജോധ്പൂരിലെ ദർബാർ കില്ലയാണ് ഈ കില്ലയുടെ പേര്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും, അതായത് വരുന്നതിൻ്റെ ഒരു 30-40% ഇവിടെ ഫോറിനേഴ്സാട്ടോ കേട്ടോ. വളരെ അടിപൊളി പ്ലേസാണ്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ 200 രൂപ ടിക്കറ്റ് ഉണ്ട്. ജോധ്പൂർ വന്നിട്ട് ഈ ഒരു കില്ല കണ്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസത്തെ ഫുഡിൻ്റെ പൈസ
ഇതിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് 200 രൂപ. അതായത് ഒരു ദിവസത്തെ ഫുഡിന് എൻ്റെ ബഡ്ജറ്റ് ഞാൻ മാക്സിമം ഇട്ടാണ് 100 രൂപയ്ക്ക് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പേര് ഹെൽപ്പ് ചെയ്യണതുകൊണ്ട് ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പൈസയ്ക്ക് ഈ കില്ലേക്ക് കയറാണ്. ഇവിടുത്തെ ഈ ഫോർട്ടിനകത്തും കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തുണിക്കച്ചവടമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എൻ്റെ പൊന്നെ, എന്താ പറയുക, കിഡിലൻ ഫോർട്ട് എന്ന് പറഞ്ഞാൽ കിഡിലൻ ഫോർട്ട്, ഒന്നും പറയാനില്ല. അതായത് രാജസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ ഫോർട്ട് കേട്ടോ ഈ മെഹ്റങ്കി ഫോർട്ട്. ദർബാർ ഫോർട്ട് എന്നല്ല, മെഹ്റൻഗർ ഫോർട്ട് എന്നാണ് ഈ ഫോർട്ടിൻ്റെ പേര് കേട്ടോ. ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞാണ്. അത് ഇവിടുത്തെ ആൾക്കാർ തന്നെ കബളിപ്പിക്കാൻ നോക്കിയതാണ് എന്ന് തോന്നുന്നു. ഇവിടെ ഇത് മ്യൂസിയം ആട്ടോ ഈ കാണുന്നത്. പണ്ട് രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം കാണാനുണ്ടെന്ന് കേട്ടോ പറഞ്ഞു ഈ മ്യൂസിയം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 600 രൂപയാണ് ടിക്കറ്റെങ്കിലും നമുക്ക് 200 രൂപയ്ക്ക് കിട്ടി. അത് എനിക്ക് മാത്രം കിട്ടിയെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും അത്ര ആ ഒരു ചാർജ് തന്നെയാണ് അവിടെ മേടിക്കുന്നത് കേട്ടോ. പിന്നെ സ്റ്റുഡൻസ് ആകുമ്പോൾ 100 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഈ കാണുന്നത് കേട്ടോ ജോധ്പൂർ സിറ്റി കണ്ടോ. ഇത് ഇന്ത്യ തന്നെയാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഫോർട്ടിനുള്ളിലത്തെ മാർക്കറ്റ് ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫോർട്ടിനുള്ളിൽ വരെ അടിപൊളി മാർക്കറ്റുകൾ, എല്ലാവിധ ഐറ്റംസും ഉണ്ട്. സ്പ്രേകൾ, ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, അങ്ങനെ പറഞ്ഞ് ഇതേ സോഫ സെറ്റുകൾ വരെ ഇവിടെ റെഡിയാണ്. പിന്നെ ഇതേ ജ്വല്ലറികൾ, എല്ലാ സംഭവങ്ങളും ഇതേ ഈ ഫോർട്ടിനകത്തുണ്ടെന്ന് തന്നെ പറയാം. ഈ ഫോർട്ടിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാതേ ഒരു വിശാലമായിട്ടുള്ള പാർക്ക് കാണാട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കി. അതെ, ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിരിക്കുക കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്കിത് കുറേ പീരങ്കിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് അറ്റത്ത് കാണുന്ന ഈ ഒരു സംഭവം അത് താജ്മഹൽ സ്റ്റൈലിലുള്ളൊരു അടുത്തൊരു ഫോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് കേട്ടോ ആ കാണുന്നത്. അതായത് ഇവിടുത്തെ രാജാക്കന്മാരും അതുപോലെ തന്നെ അവരുടെ ഫാമിലി താമസിച്ചിരുന്നത് ആ കാണുന്ന ഫോർട്ടിലാണ്. ഈ മൊത്തം ഈ കാണുന്നത് ജോധ്പൂർ സിറ്റി ആട്ടോ. ഫുള്ള് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. നമ്മളധികം വലിച്ചു നീട്ടിയതുകൊണ്ടൊന്നും ഒരു അർത്ഥമില്ല. അപ്പോൾ ഇനി നമുക്ക് ജയ്സൽമീറും അതുപോലെ തന്നെ ജയ്പൂരും പോകാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഷോർട്സുകൾ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല മീൻ പൊരിച്ച മണമൊക്കെ വരുന്നുണ്ടോ. ഇത് ഈ ഫോർട്ടിലെ റെസ്റ്റോറൻ്റാണ്. മീൻ പൊരിച്ചതാണോ എന്നറിയില്ല, അതുപോലെ ഒരു സ്മെല്ലടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വിശപ്പ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പൈസ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.